അല്ല ഇതാരാ? ഇപ്പൊ ദിവാറിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഒരു 100 ആയുസ. ഇന്നത്തെ കാലത്ത് ആയുസ് നീട്ടി കിട്ടിയിട്ട് എന്തിനാ? ദിവാകരനെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ഞാൻ കുറച്ചു കഴിഞ്ഞേ പോകുന്നുള്ളൂ. അമ്മൂമ്മക്ക് ജാപ്പാണം പോയില്ല. കിട്ടിയത് നന്നായി. കുട്ടൻ കിടപ്പിലായ ശേഷം മുറുക്കാനൊക്കെ വല്ലപ്പോഴാ. വന്ന് വന്ന് ആരും കൊണ്ട് വരാതെയായി. എന്താ മുത്തശ്ശി ഇത്? ഞാൻ കഴിഞ്ഞ ആഴ്ചയല്ലേ വന്നു പോയത്. അമ്മേ, കുട്ടൻ എങ്ങനെയുണ്ട്? അങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. നീ ഇരിക്കേ, ഞാൻ ചായ എടുക്കാം. മുത്തശ്ശി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എന്ത് വിശേഷം? കുട്ടൻ ഇപ്പോഴും പറയത്തക്ക മാറ്റമൊന്നുമില്ലല്ലേ? നീ വന്നത് നന്നായി. നിനക്ക് ഇന്ന് വേറെ പണിയൊന്നുമില്ലല്ലോ? ഇല്ല. വാ, രാവിലെ നമുക്ക് സൊസൈറ്റി ചെന്ന് കുറച്ച് വളം എടുക്കണം. പിന്നെ എനിക്ക് ആ ബാങ്കിൽ ഒന്ന് കയറണം. കുട്ടനുണ്ടായിരുന്നപ്പോ എല്ലാത്തിനും ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. നിന്റെ അച്ഛനല്ലേ വരുന്നത്? ശങ്കുണ്ണി എന്താ രാവിലെ തന്നെ? അവട്ടാ, ഇന്നലെ കുട്ടൻ അസുഖം ഒത്തിരി കൂടുതൽ കാണിച്ചു. വിളിച്ചോണ്ട് എല്ലാം പറഞ്ഞു. ഈശ്വര, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാനും ഇവനും കൂടി സൊസൈറ്റി വരെ ഒന്ന് പോകാൻ തുടങ്ങിയായിരുന്നു. അറിഞ്ഞ സ്ഥിതിക്ക് ആദ്യം അങ്ങോട്ട് തന്നെ ആവട്ടെ. അങ്ങനെയാണെങ്കിൽ സൊസൈറ്റി ഇവൻ തന്നെ പോട്ടെ. അത് ഇനി മാറ്റം വേണ്ട. അതാ നല്ലത്. നീ തന്നെ പോയാ മതി. വരാ. ഇന്നലെ ഇത്തിരി കൂടുതലായിരുന്നു. അതാ ശങ്കുണ്ണി വിട്ടത്. മാനപൂർവ്വം വരാതിരുന്നല്ല. 100 കൂട്ടം കാര്യങ്ങളല്ലേ. എന്റെയും വല്യമാവന്റെ മകൻ തന്നെയല്ലേ. അങ്ങനെക്കുണ്ടായിരുന്നില്ലേ ഇടയ്ക്കിടയ്ക്ക് കുഴപ്പം? ആവുന്നത്ര പറഞ്ഞല്ലേ അവളോട്. അപ്പൊ ഭ്രാന്ത് പാരമ്പര്യമല്ല, അതല്ല ഇതല്ല എന്നൊക്കെ പറഞ്ഞ് ഇനിയിപ്പൊ അതും ഇതൊക്കെ പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? ആശുപത്രിയിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്നതും അവളുടെ നിർബന്ധം കൊണ്ടല്ലേ? അവിടെ കിടന്ന് നരയ്ക്കുന്നുണ്ടപ്പോ എനിക്കും തോന്നി അതാ നല്ലതെന്ന്. അവിടുത്തെ 4 മാസം ചികിത്സ കൊണ്ട് ആൾക്കൊരു 4 പോലത്തെ പഴക്കായി. ഞാൻ പോയി നോക്കട്ടെ. കുട്ടാ, ഇപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഈശ്വര, കുട്ടി വിളിച്ചു തുടങ്ങിയല്ലോ.
അഴിച്ചുവിടാന്ന് വെച്ചാൽ കയ്യിൽ കിട്ടുന്ന എന്താ ചെയ്യാ? നീ വിഷമിക്കണ്ട, അതിനു വേണ്ടി പറഞ്ഞല്ല. എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. ആ, ഞാൻ വരുന്ന വഴിക്ക് തമ്പുരാൻ ഡോക്ടർക്ക് ഫോൺ ചെയ്തു. അദ്ദേഹം 1 മണിക്കൂറിനകം എത്തും. എനിക്ക് പോയിട്ട് ഇത്തിരി ആവശ്യമുണ്ട്. വിവരങ്ങളൊക്കെ പറയാ. ആ, ശങ്കുണ്ണി ഉണ്ടല്ലോ ഇവിടെ. വരട്ടെ. നാരായണ 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 നാരായണ. ആ, നീ എന്താ ഒറ്റയ്ക്ക്? ഒന്നുമില്ല. ആ വടക്കും പുറത്തെ പിള്ളേർ ഇപ്പൊ വരില്ലേ? അവരുടെ കൂടെ പോയാ പോരെ? രാധേ, ഒന്നിങ്ങോട്ട് ഇറങ്ങി വരിക. ഈ കുട്ടിയുടെ ഒരു പോക്ക് കണ്ടില്ലേ? രാധേ, അവൻ ഒറ്റയ്ക്ക് പോണത് കണ്ടില്ലേ? എന്താ ഇപ്പൊ ഒറ്റയ്ക്ക് പോണ്ട കാര്യം? നീ ഇതുവരെ റെഡി ആയില്ലേ? നിന്നെ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് വേണം എനിക്ക് സംഘത്തിൽ ചെന്ന് വളത്തിന് ഏർപ്പാട് ചെയ്യാൻ. അച്ഛാ ഞാനിന്ന് വിജേഷിന്റെ ഉണ്ണിയുടെ കൂടെ പോയിക്കോട്ടെ? അവര് ദിവസം ഒരുമിച്ചാ പോകുന്നത്. ഏയ്, അതൊന്നും ശരിയാവില്ല. ഇന്ന് വേണമെങ്കിൽ ഒരു ദിവസം അവരുടെ കൂടെ പൊയ്ക്കോട്ടെ. ഞാനും വലിയ കുട്ടിയായില്ലേ? ഓ, ഒരു വലിയ കുട്ടി. ഞാൻ തന്നെ റോഡിൽ കൂടെ പോകുന്നത് പേടിച്ചിട്ടാ. അത്രയ്ക്കുണ്ട് വണ്ടികളുടെ തിരക്ക്. അങ്ങനെ കൂട്ടുകാരുടെ ഒപ്പം ഒന്നും പോകാനായിട്ടില്ലടാ മോനെ വലിയ കുട്ടി. വാ, അച്ഛൻ കൊണ്ടുപോടാ. ചേച്ചി, എന്തിനാ എല്ലാം കൂടെ വലിച്ചു വാരി ചെയ്യുന്നത്? ശങ്കുണ്ണിയേട്ടനോട് പറഞ്ഞു വാസുവിനെ വിളിപ്പിച്ച് ചെയ്യിക്കരുത്. ആയിട്ടല്ല, ഒരാളെ നിർത്തിയ വൈകുന്നേരം ആവുമ്പോ അവനും കൊടുക്കണ്ടേ ചുരുങ്ങിയത് 150 രൂപ. എങ്ങനെയാ കാര്യങ്ങൾ നടക്കണേന്ന് ഈശ്വരന് മാത്രമേ അറിയൂ. ചേച്ചി വിഷമിക്കണ്ട. എന്താ ആവശ്യം വെച്ചാ ചോദിക്കാൻ മടിക്കരുത്. രാഘവേട്ടനും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആ, അപ്പൊ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ചായ എടുത്ത് കൊടുക്കട്ടെ? ഈശ്വര, സാധനങ്ങളൊക്കെ തീർന്നല്ലോ. ഇന്നല്ലേ കടയിൽ കാശ് കൊടുക്കാന്ന് പറഞ്ഞത്. കുറച്ചെങ്കിലും എത്തിക്കാൻ എന്താ ഒരു മാർഗം? ചക്കപ്പഴത്തിന്റെ നല്ല മണം. ചക്കപ്പഴം കൊണ്ട് അടി ഉണ്ടാക്കി കഴിച്ച കാലം മറന്നു. ഈ അമ്മയുടെ ഒരു കാര്യം, ഈ സമയത്ത് ഇതൊക്കെ നിനക്കറിയില്ല. ഈ സമയത്താവുമ്പോ ചക്ക ആവശ്യത്തിന് കിട്ടും. ഓ എന്റെ ദൈവമേ. ആ, അല്ല, അപ്പോ അവിടെ സ്കൂള് വിട്ട് വന്നിട്ട് ഇതുവരെ ചായ കുടിക്കാൻ വന്നില്ലല്ലോ? അവൻ വന്നു? ആ, ഞാൻ കണ്ടില്ലല്ലോ. അപ്പൂ, അപ്പൂ, അപ്പൂ. ആഹാ, മോനെന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? ദേ, അമ്മ എന്തൊക്കെയാ കഴിക്കാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്നൊന്ന് നോക്കിയേ. വാ അപ്പൂ, എഴുന്നേൽക്ക്. എന്താ രാധേ? എന്റെ കുട്ടി കളിച്ചും കളിപ്പിച്ചും നടക്കേണ്ട പ്രായത്തിൽ
അവൻ അതിലൊന്നും വലിയ താല്പര്യമില്ല. എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്കിരിപ്പ. ഈ വീട്ടിലിപ്പോ ഏറ്റവും പ്രായക്കൂടുതൽ അവനാണെന്ന് തോന്നുന്നു.